ഇപ്പൊ നമ്മള് കൽക്കി കണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം എങ്ങനെയുണ്ടായിരുന്നു പ്രേക്ഷകരോട് കണ്ടപ്പോൾ ഇങ്ങനെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ടെൻഷൻ അടിച്ചാണ് ആദ്യം കണ്ടത്, കാരണം ആക്ഷൻ സീക്വൻസ് ഒക്കെ ഇങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കുറച്ചുള്ളെങ്കിലും അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ ഐ എം വെരി ഹാപ്പി. പിന്നെ ഇത്രയും വലിയൊരു സിനിമ, ഒരുപാട് എനിക്ക് ഇഷ്ടമുള്ള കുറേ ആക്ടേഴ്സും സ്റ്റാർസൊക്കെ ഉള്ള സിനിമ, വെരി ഹാപ്പി. എങ്ങനെയുണ്ട് ശരിക്കും ഇപ്പോൾ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോഴും കൽക്കി എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ പ്രഭാസ് അല്ലെങ്കിൽ ലെജൻഡറി ആക്ടർ അമിതാഭ് ബച്ചൻ, കമൽഹാസൻ, ശരിക്കും ആ സംസാരിക്കുന്ന സമയത്തുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു? എക്സൈറ്റ്മെന്റ് ആയിരുന്നു ശരിക്കും? ഞാൻ 2 വർഷമായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു സിനിമ വരാൻ. കാരണം 2 വർഷമായിട്ട് എനിക്ക് എങ്ങും പറയാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു സിനിമ. കാരണം വെച്ചാൽ അത് അത്രയും അവർ എക്സ്ക്ലൂസീവായിട്ട് വെച്ചിട്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. സോ അപ്പം അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഇതിനെപ്പറ്റി സംസാരിക്കാനായിട്ട്. അപ്പോൾ ഇപ്പം എല്ലാം ഇങ്ങനെ പുറത്തു. അപ്പം ബാക്കി നോക്കുമ്പോൾ നമുക്ക് ശരിക്കും ചെറിയൊരു സീനാണെങ്കിൽ ഒരു ഫൈറ്റ് സീൻ ഉണ്ട് അല്ലേ? അപ്പോൾ അച്ഛനോട് സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ആ സമയത്തൊക്കെ ചെറിയൊരു പരിക്കൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനിപ്പോൾ പണം കണ്ടിട്ടുണ്ട്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു അച്ഛൻ കണ്ടതിന് ശേഷം? അച്ഛനും ഭയങ്കര ഹാപ്പിയാണ്. അച്ഛൻ ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞ് ഇതുപോലെ പരിക്കൊക്കെ പറ്റി കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ പറഞ്ഞത് സിനിമ കഴിയുമ്പോഴേക്കും അതൊക്കെ മറന്നോളും, വേദന എന്നൊക്കെ വലിയ കാര്യം ഉണ്ടല്ലോ. കാരണം ഇത്രയും എല്ലാവരും ഇതുപോലെ ഇങ്ങനെ എത്രയും വർക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ ആക്ഷൻ സീക്വൻസ് ഒക്കെ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. നമ്മുടെ കുറേ ആക്ടേഴ്സൊക്കെ ഇതേപോലെ കുറേ പരിക്കുകളൊക്കെ കഴിഞ്ഞിട്ടാണ് സിനിമ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞിട്ടായിരുന്നു. പിന്നെ സിനിമ വരുമ്പോൾ ചിലപ്പോൾ ഇത് മൊത്തത്തിൽ ഉണ്ടാവില്ല, ചിലപ്പോൾ പരിക്ക് വെച്ച പരിപാടിയൊക്കെ ചിലപ്പോൾ കട്ടൊക്കെ ചെയ്ത് കളഞ്ഞേക്കാന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ വായുവശം ചെയ്ത പരിപാടിയൊക്കെ അതിൽ വന്നിട്ടുണ്ട്. ഇതിന് എങ്ങനെയാണ് ശരിക്കും കൽക്കുന്ന സിനിമയിലേക്ക് എത്തിപ്പെടുന്നത്? എങ്ങനെയാണ് ശരിക്കും അന്നാപൻ എന്നുള്ളത്? എനിക്ക് വൈജയന്തി മെയിൽ അയക്കുകയാണ് ചെയ്തത് ഇങ്ങനെ ഒരു സിനിമ. ഒരു പക്ഷേ എന്താണെന്നൊന്നും പറഞ്ഞില്ല, ഇങ്ങനെ ഒരു പ്രൊഡക്ഷനിൽ ഇത്ര സ്റ്റാർസ് വെച്ചിട്ട് ഒരു സിനിമ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിലൊരു ചെറിയൊരു റോള് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് മെയിൽ വന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നാഗേശ്വൻ സാറിൻ്റെ ഒരു സൂം വീഡിയോ കോൾ ഉണ്ടായിരുന്നു. അപ്പോൾ സൂമിൽ എനിക്ക് കഥ പറഞ്ഞ് തന്നു, ക്യാരക്ടർ പറഞ്ഞു തന്നു. കഥ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ആർക്ക് മാത്രം എനിക്ക് പറഞ്ഞു തന്നിട്ട് ഇങ്ങനെ ഒരു പരിപാടിയാണ്, ഫ്യൂച്ചറിസ്റ്റിക് എക്സ്പെരിമെൻ്റൽ പരിപാടിയാണ് ചെയ്യുന്നത്, ഒരു ലാർജർ ക്യാൻവസിൽ വരുന്ന സിനിമയാണെന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെയാണ് അതിലേക്ക്. ഇപ്പോൾ ഞങ്ങൾക്ക് എന്നാപ്പൻ ഒരു പാൻ ഇന്ത്യൻ ആക്ട്രസ് ആയിട്ട് അങ്ങനെ വിളിക്കും എല്ലാവരും. അങ്ങനെയൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് വേറെ ലാംഗ്വേജസിൽ നിന്നൊക്കെ ഒരുപാട് ഫീഡ്ബാക്സ് കിട്ടുന്നുണ്ട്. തെലുങ്കാണെങ്കിലും തമിഴാണെങ്കിലും ഒരുപാട് പേര് പടം കണ്ടു എന്ന് പറയുന്നുണ്ട്. അപ്പം അത്രയും റീച്ച് കിട്ടുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. അപ്പം ആസ് എൻ ആക്ടർ എനിക്കത് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് കണ്ടിട്ട് നമ്മൾ മലയാളത്തിൽ ആരെങ്കിലും വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ എന്തെങ്കിലും? മലയാളത്തിൽ മഞ്ജു ചേച്ചി എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. മഞ്ജു ചേച്ചിക്ക് കണ്ടിട്ട് പടം ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. പിന്നെ ശ്യാമേട്ടൻ സിനിമ കണ്ടു, ശ്യാമേട്ടൻ ഉണ്ണിച്ചേച്ചിയും കണ്ടിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഡേ ഓഫ് ഫസ്റ്റ് ഡേ അവർ പോയി കണ്ടായിരുന്നു, അവർക്ക് ഒരുപാട് ഇഷ്ടമായെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് പേര്. പിന്നെ ഞാൻ അമ്മയുടെ മീറ്റിങ്ങിന് പോയപ്പോൾ അവിടെ എല്ലാവരും കണ്ടവരും കാണാത്തവരൊക്കെ കുറേ അപ്രീഷിയേറ്റ് ചെയ്തായിരുന്നു. കാരണം അങ്ങനത്തെ ഒരു സിനിമയാണല്ലോ. അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു സ്കെയിൽ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒരാളങ്ങനെ ചെല്ലുക എന്ന് പറഞ്ഞപ്പം അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇപ്പോൾ കേരളത്തിൽ വിതരണം എടുത്തിരിക്കുന്നത് DQന്റെ കമ്പനിയാണ്. അപ്പം എങ്ങനെയാണ് DQ വിളിക്കുകയോ എന്തെങ്കിലും? ഞങ്ങളിതിപ്പം DQ എടുത്തേക്കെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വേഫാരസിൻ്റെ പോസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനിപ്പോൾ DQ എനിക്ക് മെസ്സേജ് അയച്ചു. അത് സ്റ്റോറി ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട്, അപ്പോൾ പറഞ്ഞില്ല അടിപൊളിയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഭയങ്കര ഹാപ്പിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ രണ്ടാം പാട്ടിന് ഞങ്ങളും തയ്യാറായിക്കാണ്. രണ്ടാം പാട്ടിൻ്റെ കാര്യം എനിക്കും അറിയില്ല. ഞാനും ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. കമൽ സാർ അങ്ങനെ ഒരു പീക്കിൽ വെച്ചിട്ടാണ് നിർത്തിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്.